ഹലോ എവ്രിവൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തലച്ചോറിന്റെ ഏജിങ്, അതിനെയാണ് കോഗ്നിറ്റീവ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോണുകൾക്ക്, തലച്ചോറിലെ കോശങ്ങളായ ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്ന അവസ്ഥയാണിത്. അതിന് ഡയബറ്റിസ് കാരണമാവുന്നുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റിസിന്റെ മുന്നോടിയായിട്ടുള്ള, അതുപോലെ ഡയബറ്റിസ് ഉള്ള രോഗികൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഷുഗർ നമ്മുടെ രക്തത്തിൽ നിന്നും കോശങ്ങൾ എടുക്കാത്ത അവസ്ഥയാണ്. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഇൻസുലിന്റെ എമൗണ്ട് തുടക്കത്തിൽ കൂടുതലായിരിക്കും, എന്നാലും അവ ഗ്ലൂക്കോസിനെ നമ്മുടെ രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. ആ അവസ്ഥയാണ്. അപ്പോൾ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതെ ആയിരിക്കും, രക്തത്തിൽ ഷുഗറിന്റെ ലെവൽ കൂടും, നല്ല ബ്ലഡ് സ്പൈക്ക് ഉണ്ടാവും, ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൽ ശരിക്കും സംഭവിക്കുന്നത്. ഡയബറ്റീസ് രോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഡയബറ്റീസ് വന്ന രോഗികൾക്കും അമിതമായ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇവ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിന്റെ അവസാനം പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിൽ ഒരു സിസ്റ്റമിക് ഡിസീസ് ആണ്. എല്ലാ സിസ്റ്റത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്നുണ്ട്, ന്യൂറോൺസിനെ ബാധിക്കുന്നുണ്ട്, പെരിഫറൽ നെർവ്സിനെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ കൂടാതെ തലച്ചോറിലെ നെർവ്സിനെയും ബാധിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ പെരിഫറൽ നെർവ്സിനെ ഡയബറ്റീസ് ബാധിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് കാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുന്നത്, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാവുന്നതൊക്കെ. അതുപോലെ രക്തക്കുഴലുകളിൽ അവ അടിഞ്ഞുകൂടും. ഷുഗർ വന്നു കഴിഞ്ഞാൽ പ്ലേക്ക് അടിഞ്ഞുകൂടും. അപ്പോൾ പ്ലേക്ക് അടിഞ്ഞുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ക്ലോട്ട് ഉണ്ടായി ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഷുഗറിനെ ഭയക്കുന്നത്. പക്ഷേ തലച്ചോറിലും കാര്യമായ പ്രശ്നങ്ങൾ ഷുഗർ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലും, ഡയബറ്റീസിന്റെ മുന്നോടിയായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലും നമുക്ക് തലച്ചോറിലെ കോശങ്ങൾക്ക് നാശമുണ്ടാക്കുവാൻ കഴിവുള്ളവയാണ്. അത് അൽഷൈമേഴ്സ് ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ സാധൂകരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അൽഷൈമേഴ്സിൽ നമുക്ക് പ്രോട്ടീൻ ഡെപ്പോസിഷൻ ഉണ്ടാവും, അമൈലോയ്ഡ് പ്ലേക്സ്, അതുപോലെ ടോ ടാങ്കിൾസ് എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻ. അത്രയും കാര്യങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതിൽ കുറഞ്ഞ തരത്തിലുള്ള ന്യൂറോണൽ ഇൻഫ്ലമേഷൻ തീർച്ചയായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാക്കുന്നുണ്ട്. ഡയബറ്റീസിന്റെ കാര്യം പിന്നെ പറയണ്ട, ഡയബറ്റീസ് തീർച്ചയായിട്ടും ന്യൂറോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്ന് ഞാൻ പറയുന്ന വിഷയം. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് രക്തക്കുഴലുകളിൽ നിന്നും, രക്തത്തിൽ നിന്നും കോശങ്ങൾ എടുക്കാത്ത അവസ്ഥയാണ്. അപ്പൊ രക്തത്തിൽ ഇങ്ങനെ ഷുഗറിന്റെ അളവ് കൂടി നിൽക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, കോശങ്ങൾ ക്ഷീണിക്കും. നമ്മുടെ തലച്ചോറിന് ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ് ഗ്ലൂക്കോസ്. തലച്ചോറിന് ഗ്ലൂക്കോസ് കിട്ടിയിട്ടില്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങളായ ന്യൂറോൺസ് നശിച്ചു പോകും. അപ്പൊ ന്യൂറോണൽ ഡിസ്ഫങ്ഷൻ അവിടെ ഉണ്ടാവുന്നു, ന്യൂറോണുകളുടെ നാശം. അപ്പൊ അതാണ് ഈ ഒരു അസുഖത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം. ന്യൂറോണുകളുടെ നാശം നമ്മളുടെ ഇൻസുലിൻ ഹോർമോൺ ഉണ്ടാവുകയും അവ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിൽ തന്നെ സംഭവിക്കുന്നു. അപ്പൊ പ്രമേഹത്തിന്റെ കാര്യം പറയാനുണ്ടോ? തീർച്ചയായും അത് തലച്ചോറിനെ ബാധിക്കും. പക്ഷെ എല്ലാവരിലും അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. 50% മുതൽ 75% വരെ റിസ്ക് ഉണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലും നമ്മൾ തടയണം. ഷുഗറിലേക്ക് എത്തണം എന്നില്ല, അതിന്റെ മുമ്പ് തന്നെ നമ്മളത് തടയണം. അപ്പൊ ആർക്കൊക്കെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് നല്ല വണ്ണമുള്ളവരിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അമിതവണ്ണം ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരും ഭയങ്കര പ്രശ്നമാണ്. PCOS ഉള്ളവരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് മെറ്റബോളിക് സിൻഡ്രോം. മെറ്റബോളിക് സിൻഡ്രോം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം, ട്രങ്ക് ഏരിയയിൽ ഫാറ്റ് അടിഞ്ഞുകൂടുക. അത് വയറിന് മീതെ, നെഞ്ചില് ഒക്കെ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും. അതുപോലെ ഷുഗറും രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് മെറ്റബോളിക് സിൻഡ്രോം. അത് നമ്മൾ PCOS രോഗികളിലും കാണുന്നുണ്ട്. സ്ത്രീകളിൽ PCOS രോഗമുള്ളവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടുണ്ടാവും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതാണ് ബാക്കി എല്ലാ പ്രശ്നത്തിനും തുടക്കമിടുന്നത്. ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ PCOSൽ ഉണ്ടാക്കുന്നത് അതാണ്. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ കെയർഫുൾ ആയിരിക്കണം. അവർ ചെയ്യേണ്ടത് മരുന്ന് കഴിക്കുകയല്ല. നല്ല ഷുഗർ ഉള്ളവർ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം, കാരണം അതിനെ താഴ്ത്താൻ മരുന്നിന്റെ ആവശ്യമുണ്ട്. പക്ഷെ മരുന്ന് മാത്രം മതിയാവില്ല. നമുക്ക് എന്തെല്ലാം വേണം? ഷുഗർ താഴ്ത്താൻ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ബാക്കി പ്രശ്നങ്ങളും നമുക്ക് മാറ്റിത്തരും. ഈ ബാക്കി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതവണ്ണവും, ഹൈ BP യും,
ട്രങ്ക് ഏരിയയിലുള്ള വണ്ണം കൂടുതൽ, ഒബേസിറ്റി, നമ്മുടെ നെഞ്ചും വയറും ചേർന്ന ഭാഗം, അവിടെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ്, അമിതവണ്ണം വരുന്നത്, ഫാറ്റ് അടിഞ്ഞുകൂടുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ഓരോ കാര്യത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ഡയറ്റ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചസാര പൂർണ്ണമായിട്ടും നിർത്തേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാൻ. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രധാന ഹേതു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹൈ ഷുഗർ ലെവൽ തന്നെയാണ്. അമിതവണ്ണം ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അത് കുറയ്ക്കാം. നമ്മൾ മിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുക. കൂടെ തന്നെ നമ്മൾ ഫാറ്റ്, ഹെൽത്തി ഫാറ്റ്, നല്ല പ്രോട്ടീൻസ് ഒക്കെയുള്ള ഭക്ഷണം കഴിക്കണം. അതായത് ഇലക്കറികൾ കഴിക്കണം, പ്രോട്ടീൻ അടങ്ങിയ ധാന്യങ്ങൾ കഴിക്കണം, മുട്ട കഴിക്കണം. ഇപ്പോൾ നമുക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഒരു മുട്ട കഴിക്കുക, ബാക്കി മുട്ടയുടെ വെള്ള കുറേശ്ശെ കഴിക്കാം ആവശ്യമുള്ളവർക്ക്. അതായത് മറ്റ് ഭക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മുട്ടയുടെ ആവശ്യമില്ല. നമ്മൾ ഒരു മുട്ട കഴിച്ചാൽ നമുക്കിത് കൂടാതെ കുറച്ച് നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കൊളീൻ പോലെയുള്ള വസ്തുക്കൾ മുട്ടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അത് മാത്രമല്ല, ഒരുപാട് തലച്ചോറിനെ സഹായിക്കുന്ന വൈറ്റമിൻസ് മുട്ടയിലുണ്ട്, B1, B2, B6. ഇപ്പൊ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് വെക്കുക. ഒരു പ്ലേറ്റിൽ നമ്മൾ 1/4 മാത്രമേ കാർബോഹൈഡ്രേറ്റ് എടുക്കാറുള്ളൂ, അതിൻ്റെ ഒരു ഭാഗം. അതായത് ചോറ് വളരെ കുറയ്ക്കുക, ഒരു നേരമാക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ചിക്കൻ, ഫിഷ്, ഈ പയറുവർഗ്ഗങ്ങൾ, കടല, ധാന്യങ്ങൾ, ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, അതായത് കടല, ചെറുപയർ, ചിക്ക് പീസ്, പയറുവർഗ്ഗങ്ങൾ, ലെഗ്യൂംസ്, അവയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ കൂടെ നല്ല ഇലക്കറികളും കൂടെ കഴിച്ചാലേ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുള്ളൂ. അതും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യണം. മെഡിറ്ററേനിയൻ ഡയറ്റ് ഇതൊക്കെ ഉൾപ്പെട്ട ഒരു ഡയറ്റ് പ്ലാൻ ആണ്. പക്ഷെ മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണ് ഹാർട്ട് അറ്റാക്ക് തടയുവാനും ഒക്കെ. പക്ഷെ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. മെഡിറ്ററേനിയൻ ഡയറ്റ് കുറച്ച് ലിബറൽ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പ്ലാൻ അല്ല മെഡിറ്ററേനിയൻ. ലോകത്തിലെ ഏറ്റവും നല്ല ഡയറ്റ് എന്നൊക്കെ പറയും മെഡിറ്ററേനിയൻ ഡയറ്റിന്, കാരണം അത് കഴിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് കുറവാണ്. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെയുള്ള ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് ഡയറ്റ് ആണ് നല്ലത്, MINT ഡയറ്റ്. അതിൽ നമ്മൾ മെഡിറ്ററേനിയൻ ഡയറ്റുമായിട്ട് കുറേ കാര്യങ്ങൾ ചേർന്ന് പോകുന്നൊരു ഡയറ്റാണ്. അത് കൂടാതെ നമ്മളതിൽ സോഡിയം കുറച്ച് കുറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ ചെയ്യുന്നത് ഈ ഒരു ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് മെഡിറ്ററേനിയൻ ഡയറ്റിൽ. നമ്മൾക്ക് ആഴ്ചയിലൊരിക്കൽ ഷുഗർ കഴിക്കാം, ആഴ്ചയിലൊരിക്കൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാം. അതായത് ഭയങ്കര അൺഹെൽത്തി അല്ലാത്ത കുറേ കാര്യങ്ങൾ മെഡിറ്ററേനിയൻ ഡയറ്റ് ഒക്കെയാണ്. പക്ഷെ അത് ചെയ്യേണ്ട. അതിൽ കുറച്ചും കൂടെ നമ്മൾ റെസ്ട്രിക്ഷൻസ് വരുത്തിയാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണ്. ഒലീവ് ഓയിൽ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെഡിറ്ററേനിയൻ ഡയറ്റിൽ. ഇതിലൊക്കെ ഒരുപാട് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഒമേഗ ഫാറ്റി ആസിഡ്സ് നമ്മുടെ തലച്ചോറിന് വളരെ നല്ലതാണ്. അപ്പം ബ്രെയിനിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ഞാൻ പറയുന്നത്. മെഡിറ്ററേനിയൻ ഡയറ്റ് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. അതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രോട്ടീൻസ് ഉണ്ടാവും. എഗ്ഗ്, ചിക്കൻ, ഫിഷ് എല്ലാം കഴിക്കാം. പിന്നെ റെഡ് മീറ്റ് കുറയ്ക്കണം. റെഡ് മീറ്റ് അത്ര നല്ലൊരു വസ്തുവല്ല നമ്മുടെ ബോഡിക്ക്. അത് മെഡിറ്ററേനിയൻ ഡയറ്റ് അലൗ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് വളരെയധികം കുറയ്ക്കുക. പിന്നെ കാർബ് കുറയ്ക്കാം. എടുക്കുകയാണെങ്കിൽ ഹെൽത്തി കാർബ് എടുക്കുക. ഹെൽത്തി കാർബ് എന്ന് പറയുമ്പം ഓട്സ്, കീൻവ, പിന്നെ എന്താണ് ബ്രൗൺ റൈസ്, നമ്മുടെ തവിട് കളയാത്ത അരി, ഇതൊക്കെ നമ്മൾക്ക് ഹെൽത്തി കാർബാണ്. പക്ഷെ അതും മോഡറേറ്റ് ആയിട്ട് എടുക്കണം. അത്യാവശ്യം നമ്മൾക്ക് ചോറ് കഴിക്കാം, വളരെ കുറഞ്ഞ എമൗണ്ടിൽ കഴിക്കാം, ബാക്കി പ്രോട്ടീൻ കഴിക്കാം. പിന്നെ ഇലക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. നട്ട്സ് ആൻഡ് സീഡ്സ് മെഡിറ്ററേനിയൻ ഡയറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിലെല്ലാം നല്ല ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഫിഷ് ഉൾപ്പെടുത്തുക, പിന്നെ ചിക്കൻ ഉൾപ്പെടുത്തുക. ഇത്തരം നല്ല ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ എക്സസൈസ് ആണ്. നമ്മൾ സ്ട്രെച്ചസ്, എയറോബിക്സ്, കാർഡിയോ എക്സസൈസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. നല്ല സ്പീഡിൽ നടക്കണം. അത് നമ്മളെ ഹാർട്ടിന് നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്.
പക്ഷെ അത് കൂടാതെ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടെ ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അതിജീവിക്കാൻ സഹായിക്കും. പല ആൾക്കാരിലും, പ്രത്യേകിച്ച് ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, PCOS വിമൻ എപ്പോഴും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്ന്. സാധാരണ ജനറലി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോഴും മിതമായിട്ട് തന്നെ അത് ചെയ്യണമെന്നേ പറയാറുള്ളൂ. അമിതമായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്യാറില്ല മറ്റു കണ്ടീഷൻസിലൊന്നും. പക്ഷെ PCOS ഉള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അത് കാരണം ഇതാണ്, അവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. അപ്പോൾ ഹോർമോണിൽ മൊത്തം ഇംബാലൻസ് ഉണ്ടാകും. പിന്നെ ഷുഗറും വരാം, കൊളസ്ട്രോളും വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പം അതുകൊണ്ട് അവർക്ക് വളരെ മസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പലർക്കും ഇപ്പോൾ ഈ പ്രശ്നമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലകളിലെ പോലെയല്ല ഇന്ന് ആൾക്കാർ ജീവിക്കുന്നത്. എല്ലാ ആഴ്ചയും അവർക്ക് ജങ്ക് ഫുഡ് വേണം. നമ്മൾ മോളിലെ ഫുഡാണ് പലരും കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. ഫാറ്റായിട്ട് ആദ്യം അടിഞ്ഞുകൂടും, പിന്നീട് ഷുഗറും കാർബോഹൈഡ്രേറ്റും അതുപോലെ അടിഞ്ഞുകൂടും. അപ്പൊ അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് വഴി തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈഫ് സ്റ്റൈലിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. എല്ലാ ആഴ്ചയും നമ്മളെ ഇങ്ങനെ ലക്ഷറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കാറ്റഗറിയിൽപ്പെട്ട ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് ചെയ്യാം. പിന്നെ എക്സസൈസിന്റെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് ജീവിതത്തിലെ ഒരു ഭാഗമാക്കുക. ഒരു മോഡറേറ്റ് ഡിഗ്രിയിൽ ചെയ്താൽ മതി. ചില എക്സസൈസസ് ഉണ്ട്, ഡംബൽ യൂസ് ചെയ്തിട്ട്, ബാൻഡ്സ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശരീരത്തിലെ ഫാറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കും, കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും. ബേൺ ഔട്ട് ചെയ്യും. നമ്മൾ കഴിക്കുന്നതെല്ലാം നമ്മൾ മിതമായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിൽ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യും. ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുവാൻ മസിൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഗ്ലൈക്കോജൻ മസിൽസിൽ സ്റ്റോർ ചെയ്യപ്പെടും നമ്മുടെ ബ്ലഡിൽ നിന്ന്. അപ്പോൾ അതിന് മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് പ്ലസ് എയറോബിക് എക്സസൈസസ് ചെയ്യാം. പിന്നെ ഒരു എക്സസൈസും കൂടെ വേണം, ഡീസ്ട്രെസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള യോഗ, പ്രാണായാമ, അനുലോം വിലോം പ്രാണായാമം, അങ്ങനെ പല ടൈപ്പ് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ട്. അത് പറയാൻ കാരണം സ്ട്രെസ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സ്ട്രെസ് നമ്മൾ കുറയ്ക്കുവാൻ ഡീസ്ട്രെസ്സിങ് എക്സസൈസസ് ചെയ്യണം. അതാണ് നമ്മുടെ മനസ്സ് ശാന്തമാക്കുന്ന ഈ എക്സസൈസസ് എല്ലാം. പ്രാണായാമം, യോഗ, ബ്രീത്തിങ്, അത് ചെയ്യാം. പിന്നെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഒരു ഡിമെൻഷ്യ അഥവാ നമ്മൾക്ക് കോഗ്നിറ്റീവ് ഡിക്ലൈൻ, നമ്മുടെ മറവി ഉണ്ടാവുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴ്ന്നു പോകും. നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഉറങ്ങണം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും, നമ്മുടെ ഹെൽത്തിനെ ജനറലി ബാധിക്കും, ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടും, ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കുന്ന ഒന്നാണ് ഉറക്കമില്ലായ്മ അഥവാ ഉറക്കക്കുറവ്. നമ്മൾ പല പല കാരണം കൊണ്ടായിരിക്കും നമ്മൾ ഉറങ്ങാത്തത്. ചിലപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും, ഉറക്കം വളരെ കുറവായിരിക്കും. പലരും 4 മണിക്കൂർ ഉറങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കും, ചിലർക്ക് അതൊരു റുട്ടീൻ ആയിരിക്കും, അവരങ്ങനെ ശീലിച്ചു പോയി, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞതൊരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 8 മണിക്കൂർ ഉറങ്ങിയാൽ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടും. കാരണം ഈ ഉറക്കത്തിലാണ് നമ്മുടെ ബ്രെയിനിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. നമ്മുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന പല ടോക്സിൻസും റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഏറ്റവും പുതിയ റിസർച്ചാണ്. ഈ അടുത്ത 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം തലച്ചോറിലുണ്ട്. അവ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന, തലച്ചോറിലും ന്യൂറോൺസിലൊക്കെ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസിനെ പുറത്ത് കളയും. പുറത്ത് കളഞ്ഞിട്ടില്ലെങ്കിലാണ് അത് നമ്മുടെ ന്യൂറോൺസിന്റെ നാശത്തിന് ഇടവരുത്തുന്നത്, തലച്ചോറിലെ കോശങ്ങളുടെ നാശത്തിന് ഇടവരുത്തുന്നത്. അപ്പോൾ ഉറങ്ങിയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ഉറക്കം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ബാക്കിയൊക്കെ ചെയ്തിട്ടും നല്ല ഭക്ഷണം, നല്ല എക്സസൈസ് ഒക്കെ ഉണ്ടായിട്ട് ഉറങ്ങുന്നത് വെറും 4 മണിക്കൂറാണെങ്കിൽ അത് തലച്ചോറിനെ ബാധിക്കും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1, നല്ല ഭക്ഷണം. 2ാമത്
സ്ട്രെങ്ത് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള എക്സസൈസ്, എയറോബിക് എക്സസൈസ്, വാക്കിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാണായാമ, ഇതിനൊക്കെ കൂടെ നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ വേണ്ടി വരുള്ളൂ. വാക്കിംഗ് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുകളൊക്കെ നല്ലതായി നിരീക്ഷിച്ച് നല്ല സ്ഥലത്ത് കൂടെ നമ്മൾ ചെടികളും പ്ലാന്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് കൂടെ നമുക്ക് സന്തോഷം കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ട് നടക്കുകയാണ്. അത് ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കും, പക്ഷേ നമ്മുടെ ബോഡിയെ സഹായിക്കില്ല. നമ്മൾ വളരെ സ്ലോലി അല്ലേ നടക്കുന്നത്, പക്ഷെ നമ്മൾ നല്ല സ്പീഡിൽ നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിനെ സഹായിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് കൊടുക്കണം. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം, 30 മിനിറ്റ് ഡെയിലി ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും ഇമ്പ്രൂവ് ആവും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാം താഴും, നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയണമെന്നില്ല, നിങ്ങൾ തന്നെ നോക്കൂ, ഒരാഴ്ച ചെയ്തിട്ട് നോക്കൂ ഡിഫറൻസ് ഉണ്ടോയെന്ന്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് മെഡി പ്രിസിഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ബ്രെയിൻ ഹെൽത്തിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മറ്റു വീഡിയോകളിലെല്ലാം ഈ കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡയബറ്റീസിന്റെ കാര്യം ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റീസും രണ്ടും, അതിന്റെ മുന്നോടി ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെ അത് ഡയബറ്റീസായി മാറുകയാണ് ചെയ്യുക. അപ്പം ആ 2 വസ്തുക്കളും നമ്മുടെ തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കുക, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. പിന്നെ വേറെ പറയാനുള്ള കാര്യങ്ങൾ, ഇത് 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ലിവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്മോക്കിങ്ങും ഒരുപാട് ആൽക്കഹോൾ ഇൻടേക്കും ഉണ്ടെങ്കിൽ അത് പിന്നെ തലച്ചോറിനെ തീർച്ചയായിട്ടും ബാധിക്കില്ലേ. അപ്പം അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ നല്ല ഗ്രീൻ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അത് പ്രകൃതിയെ നന്നായിട്ട് ബെറ്റർ ആക്കും. നമ്മുടെ ഓക്സിജൻ കണ്ടന്റ് എയറിൽ ബെറ്റർ ആക്കും. അതിൻ്റെ ക്വാളിറ്റി ഓഫ് നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഓക്സിജൻ കണ്ടന്റ് മെച്ചപ്പെടും നമ്മുടെ എൻവയൺമെന്റിൽ. അതിന് വളരെ ദൂരവ്യാപകമായ നല്ല ഫലങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ കാരണം ഇന്ത്യ ഹെറിറ്റേജിന്റെ ഇന്ത്യ ഹെറിറ്റേജ് മെഡി പ്രിസിഷൻ ആണെന്നാണ് എൻ്റെ ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്, എൻ്റെ ഈ ഒരു ചാനലും. അപ്പൊ അതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇതെല്ലാം ഡിസ്കസ് ചെയ്തത്. ബ്രെയിൻ ഹെൽത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങണം. So Dr. Sanjita will be leaving on a positive note. Keep on watching Medi Precision. Please subscribe our channel and please click the bell icon for regular updates. Stay tuned with us.